വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ, വിവിധ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഏത് സ്ഥലത്തായിരിക്കുന്നു അവിടെ അവർ നിങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അപ്പം ആത്മീയ സന്തോഷത്താൽ നിറയ്ക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുക, വേണ്ടുന്ന നന്മകളെ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അങ്ങയുടെ മാറിച്ചാരി എല്ലാവരും ജീവിക്കുക. ഞാൻ പറയാൻ പോകുന്ന അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിന്നാണ്. പത്രോസ് ഒരു മുടന്തനെ സൗഖ്യമാക്കുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥന സമയത്ത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ, അപ്പം ആരാണ് പത്രോസും യോഹന്നാനും? അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവൻ പിറവിയിലെ തന്നെ അവൻ മുടന്തനായിരുന്നു. അവൻ്റെ ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനപ്രതി ഇരുത്തുമാറായിരുന്നു. എവിടെയാ? ദേവാലയ ഗോപുരത്തെങ്കിൽ. അവൻ പത്രോസും യോഹന്നാനും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവരോട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനും അവനെ ഉറ്റുനോക്കൂ, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ച് നോക്കി. അവൻ എന്തെങ്കിലും ലഭിക്കുമെന്നൊക്കെ ഓർത്ത് ഈ യോഹന്നാനും പത്രോസിനെയൊക്കെ ഉറ്റുനോക്കി, എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല. അപ്പോൾ പത്രോസ് അവരോട് പറയും, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു. നസ്രേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പം മുടന്തനോട് എന്താ പറഞ്ഞ? മുടന്തൻ എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ആ വിഷമം നമ്മൾ ആ ഒരൊറ്റൊരു വാക്കിൽ പറയുമ്പോൾ തീരുന്നതല്ല. അത് ആ കാലിന് പ്രയാസമുള്ളവരുടെ ആ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസം. കൈയുടെ പ്രയാസങ്ങൾ, കണ്ണിൻ്റെ പ്രയാസങ്ങൾ, ചെവിയുടെ പ്രയാസങ്ങൾ, ഇതൊക്കെ ഉള്ളവർക്ക് അറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്നിട്ട് പറയുവാണ്. അപ്പോൾ വെള്ളിയും പൊന്നും എന്തെങ്കിലുമൊക്കെ അവൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ ലൈഫിലേക്ക് വേണ്ടെന്നാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷെ അവർ പറയുന്നതെന്നാ? എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എൻ്റെ നാമത്തിൽ എന്നല്ല പത്രോസ് പറഞ്ഞത്, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാനായിട്ടാണ് ആ മുടന്തനോട് പത്രോസ് പറഞ്ഞത്. അവനെ ഇടത് കൈക്കല്ല, അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ചുമ്മാ ഇടത് കൈ എണീക്കുന്നില്ല പറയാം, വലം കൈക്ക് പിടിച്ച് അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ഉറച്ചു. ഈ പാദങ്ങൾ നിലത്ത് ഉറച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ എണീപ്പിച്ച് നിർത്തി. പാദം ഉറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശക്തി വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. ആരുടെ? ദൈവത്തിൻ്റെ ശക്തി. ആരാണ് അവൻ സൗഖ്യമാക്കിയത്? ദൈവമാണ് സൗഖ്യമാക്കിയത്. അവൻ ചാടി എഴുന്നേറ്റു. മുടന്തനായിട്ട് യാചിച്ചുകൊണ്ടിരുന്ന ആൾ എന്ത് ചെയ്തു? അവൻ ചാടി എണീറ്റു. നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ആ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവന് പ്രവേശിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വരുന്നവരെ എല്ലാവരും നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവരുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നടക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനായിരുന്നു എന്നറിഞ്ഞ് അവന് സംഭവിച്ചതൊക്കെ വിസ്മയം പരിഭ്രമവും നിറഞ്ഞവരായി തീരുകയാണ് ചെയ്യുന്നത്. ഇവനിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കെല്ലാം ഒരു പരിഭ്രമം ഉണ്ടായിട്ട് അപ്പോൾ പത്രോസ് മുടന്തനെ സൗഖ്യമാക്കുക, മുടന്തനെ, കുരുടനെ, ചെകിടനെ എല്ലാം സൗഖ്യമാക്കിയ ആ കരമാണ് കർത്താപ്പച്ചൻ്റെ കരം. ആ കരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക. നമ്മുടെ കണ്ണിന് കാഴ്ച കുറവ് വരും, ചെവിക്ക് കേൾവിക്കുറവ് വരും, നടപ്പിന് വ്യത്യാസം വരും, കൈക്ക് ശക്തി കുറയും. എന്നാലും ആ ദൈവത്തിൻ്റെ ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിപ്പിച്ച് തരുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് എല്ലാവരും ജീവിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ഇത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായമാണ്. ഈ 1 ഭാഗം മുതൽ നിങ്ങളൊക്കെ ഇന്ന് വായിച്ച് മനസ്സിലാക്കണം.
നിങ്ങൾ ആരാധനയ്ക്കൊക്കെ കടന്നു പോകണം. അതൊക്കെ വളരെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ സന്തോഷമായിരിക്കും. ഈ ആത്മീയ സന്തോഷം അനുഭവിച്ച് പോകുമ്പോഴാണ് അതിൻ്റേതായ സന്തോഷത്തിൻ്റെ എന്താ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ ആയിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ. മാതാപിതാക്കൾ പ്രായാധിക്യത്തിലുള്ളവരുണ്ട്, ക്ഷീണ അവസ്ഥയിലുള്ളവരുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഹോദരന്മാർ ഒരുപാട് പേരുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചു പൈതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ വാഹനം ഓടിക്കുന്നവരുണ്ട്, അവരെ ദൈവം കരുതിയെങ്കിൽ അവർക്ക് വാഹനം ശരിക്കും ഓടിച്ച് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. അപകടങ്ങൾ അനർത്ഥങ്ങളിൽ ഒന്നും പെടാതെ അവരെ ദൈവം കാത്തു പരിപാലിക്കണം, കൺമണി പോലെ കാക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വളരെ അധ്വാനിക്കുന്നവരുണ്ട്, ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന് പറയുമ്പോൾ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഭവനത്തിന് വേണ്ടി മാതാവും പിതാവും ഒക്കെ അധ്വാനിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുകയും കരുതുകയും നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കും സന്തോഷം, അവർക്കും സന്തോഷം. അവരും എല്ലാവർക്കും കൊള്ളാവുന്നവരായി തീർന്നു കഴിയുമ്പോൾ അവരിലുള്ള ടാലൻറ്റുകളെ മനസ്സിലാക്കി അവർ സന്തോഷമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പാടാൻ കഴിവുള്ളവർ പാടണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. അത് നിങ്ങളുടെ ടാലൻറ്റുകളെ നിങ്ങൾ എന്താ പറയുന്നത് അത് മുമ്പോട്ടാക്കി എടുക്കണം. കുറഞ്ഞു പോകാതെ മുമ്പോട്ടാക്കി എടുക്കണം. ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിവുള്ളവർ നിങ്ങൾ പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ബാക്കി ടാലൻറ്റുകളുള്ളതിനനുസരിച്ച് പാടാൻ കഴിവുള്ളവരാണ്, പാട്ട് എഴുതാൻ കഴിവുള്ളവർ കാണും. ഇതെല്ലാം അവരവരുടെ ടാലൻറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. ഈ മെസ്സേജ് കേട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ചേച്ചി ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു.